ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടുകടല യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പേടയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം ഒന്നും കത്തിക്കാണ്ട് ജസ്റ്റ് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് മതിയാവും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടലയാണ്. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഈർപ്പമില്ലാത്ത ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തരി പാടില്ല, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് പകർത്തി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ളി ഉപ്പാണ്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നെയ്യ് വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ ഉപയോഗിച്ചാണ് നമ്മളിനി ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് എന്ത് എടുക്കാം, ജസ്റ്റ് തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ, അങ്ങനത്തെ ഒരു രീതിക്ക് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങളിപ്പോൾ വെള്ളമോ പാലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഞ്ചസാര പൊടിച്ച് ചേർത്തത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു 3-4 ടേബിൾ സ്പൂൺ കൂടെ കൂട്ടി കൊടുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഈ പൊട്ടുകടലയ്ക്ക് ഒരു പ്രത്യേക ഒരു മണം ഉണ്ടായിരിക്കും. നമ്മൾ ആ മാവ് പൊടിച്ചെടുക്കുമ്പോഴേക്കും കടലമാവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത് പോകാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഏലക്കയുടെ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഇല്ലാതാവും. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇരുന്ന അത്രയും കണ്ടൻസ് മിൽക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നല്ല സോഫ്റ്റാണ്. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞുരുള ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ ഒന്ന് നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കി നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ തള്ള വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഇപ്പോൾ ബദാമാണ് വയ്ക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്തയോ അല്ലെങ്കിൽ കാഷ്നട്ടോ അല്ലെങ്കിൽ മുന്തിരിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഡെക്കറേഷൻ നിങ്ങളുടെയൊക്കെ ചോയ്സാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത് മാവിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തും എടുക്കുന്നുണ്ട്. ഇതും നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.